അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവരാകാം. ചില ആളുകൾക്ക് നല്ല ഉദ്ദേശങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുണ്ടാകും. അതുപോലെ ചില ആളുകൾ വളരെയധികം പ്രയാസപ്പെടുന്നത് രോഗങ്ങൾ, അതുപോലെ പരീക്ഷണങ്ങൾ, അങ്ങനെ പലവിധ പ്രശ്നങ്ങൾക്കൊടുവിൽ മനുഷ്യൻ സ്വന്തം ജീവിതത്തെ മടുത്തുപോകുന്ന, മറന്നുപോകുന്ന ഒരു സന്ദർഭം പല ആളുകൾക്കും ഉണ്ടാകാൻ സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്. ഞാനീ പറയുന്നതായ സൂറത്ത് ഒരാൾ 7 വട്ടം ഓതി, ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അതിൽ ഊതി ബിസ്മി ചൊല്ലി കുടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ശരീരത്തിലുള്ള രോഗങ്ങൾക്ക് അത് ശിഫയാകും. ഒരാൾ തൻ്റെ ആവശ്യങ്ങൾ നിറവേറാനാണ്, പെട്ടെന്നത് പൂർത്തീകരിച്ച് കിട്ടേണ്ടതുണ്ട്, ലക്ഷ്യങ്ങൾ നിറവേറാനുണ്ട് എന്ന് കരുതി ആ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഒരാൾ ഞാൻ ഈ പറയുന്ന സൂറത്ത് ഒരു തവണ ഓതിയാൽ, ആത്മാർത്ഥമായി ഓതിയാൽ വളരെയധികം പ്രതിഫലം അതിലൂടെ ലഭിക്കുന്നതാണ്. ഉദ്ദേശിച്ച കാര്യങ്ങൾ എളുപ്പമാകാൻ ആ സൂറത്ത് കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല സഹായിക്കുന്നതാണ്. അങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉള്ള എല്ലാ കാര്യങ്ങളുമായി കൊണ്ട് ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും എളുപ്പം അത് പൂർത്തീകരിച്ച് കിട്ടാൻ നമുക്ക് ഒരു മാർഗം റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പറയുന്ന സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നുണ്ട്. ഇനി ഏതാണ് ആ സൂറത്ത്? സൂറത്തുൽ ജമാൽ എന്ന സൂറത്താണ്. ആ സൂറത്തിനെ നമുക്ക് ചില ആളുകൾക്കൊക്കെ പരിചയമുണ്ടെങ്കിലും വല്ലാതെ അങ്ങോട്ട് സുപരിചിതം അല്ല. കാരണം നാം എന്നും കേൾക്കുന്നത് പോലെ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈൻ, യാസീൻ, വാഖിഅ, മുൽക്ക് പോലത്തതായ സൂറത്തുകൾക്ക് നാം എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് നാം ജീവിതത്തിൽ അത് നിരന്തരം ഓതുന്നതുകൊണ്ടാണ്. എന്നാൽ ഞാനീ പറയുന്ന സൂറത്തുൽ ജമാൽ ഖുർആനിലുള്ളൊരു സൂറത്ത് തന്നെയാണ്. ആ സൂറത്തുൽ ജമാലിനെ ഒരാൾ വളരെയധികം നമ്മളൊക്കെ അത് സുപരിചിതമാകുന്നത് ഖത്തം നിരന്തരമായി, അല്ലെങ്കിൽ 1-2 മാസത്തിലൊക്കെ ഒരു ഖത്തം ഓതുന്ന ആളുകളാണെങ്കിൽ അവർക്ക് സുപരിചിതമാണ് ഈ സൂറത്തുൽ ജമാൽ. അതിൻ്റെ പവിത്രത മനസ്സിലാക്കി ആത്മാർത്ഥതയോടുകൂടെ തൻ്റെ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കിട്ടണം, രോഗങ്ങൾക്ക് ശിഫ വേണം, മുറാദുകളൊക്കെ ഹാസിലാകണം, പ്രയാസ പ്രതിസന്ധികൾക്ക് കാവലുണ്ടാകണം എന്ന ലക്ഷ്യത്തോടെ ഓതുകയാണ് എങ്കിൽ വലിയ കാവലാണ് ഈ സൂറത്ത് എന്ന് മനസ്സിലാക്കി എല്ലാവരും ഓതുക, ജീവിതത്തിൽ പതിവാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം സുഗമമുള്ള ജീവിതം തന്നനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.